പോരാട്ടം പോരാടിയോട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടിയോട്ടം തികയ്ക്കാം. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ കംഫർട്ടബിൾ ആണെന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളെ ദൈവവചനം എന്ത് ചെയ്യുന്നു? മുറിക്കുന്നു. എന്നാൽ മുറിവേറ്റവരെ ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുന്നു? ആശ്വസിപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത ഏതാണ്? അത് മുറിക്കപ്പെട്ടിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതും ആശ്വാസത്തോടെ ഇരിക്കുന്നവരെ മുറിക്കുന്നതുമാണ്. ഇത് തെറ്റിപ്പോകരുത്. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, മുറിവേറ്റിരിക്കുന്നവരെ പിന്നെയും മുറിക്കുകയും അഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു കാര്യമല്ല. ശരിക്കും ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ, ഒന്ന്, അത് നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കുന്ന, നമ്മളുടെ ഷോർട്ട് കമ്മിങ്സ് മനസ്സിലാക്കുന്നതാണ്. രണ്ട്, നമ്മളത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന കാര്യം നമ്മളെ തർജ്ജനം ചെയ്യുന്നതാണ്. നമ്മളെ ശാസിക്കുകയും തർജ്ജനം ചെയ്യുകയും എന്നാൽ അതേസമയം നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിന്റെ വചനം. ഈ വചനം പ്രസംഗിക്കുക. തിമോത്തിയോസിനോട് പറയുമ്പോൾ ഈ വചനം അത് ക്രൂശിന്റെ വചനമാണെന്ന് നമ്മൾ കണ്ടു. ആൻഡ് വി ആർ പ്രീച്ചിങ് ജീസസ്. യേശുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. വചനം പ്രസംഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജീവിക്കുന്ന വചനം എന്ന് പറയുന്നത്, അതായത് യഥാർത്ഥത്തിൽ വചനം ആര് തന്നെയാണ്? ഇറ്റ് ഈസ് ജീസസ്. അതുകൊണ്ട് ഐ ആം പ്രീച്ചിങ് ജീസസ്. അതിന് സംശയമൊന്നുമില്ല. ആ ജീസസിനെ ആ യേശുവിനെ, ദൈവത്തിന്റെ വചനത്തെ, ദൈവത്തിന്റെ വചനം ഉദ്ദേശിക്കുന്ന നിലയിൽ പ്രസംഗിക്കാൻ, അത് രണ്ടിടത്തും, സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും ഒരുപോലെ പ്രസംഗിക്കാനായിട്ട് ഞാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരുക്കം ആവശ്യമാണ്. എന്നാൽ എന്തുകൊണ്ട്, അതോടെ ഞാൻ പറഞ്ഞ എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ട് ഇത് പ്രസംഗിക്കേണ്ടി വരുന്നു? വൈ ഹി ഈസ് എംഫസൈസിങ് ഓൺ പ്രീച്ചിങ് ദ വേർഡ്? ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ ഇത്ര ശക്തമായിട്ട് പറയാനുള്ള കാരണം എന്താണ്? അത് നമ്മൾ മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ, അതായത് 2 തിമോത്തി ചാപ്റ്റർ 4:3, അവർ പത്യോപദേശം പൊറുക്കാതെ കണ്ണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. എന്തുകൊണ്ടാണ് വചനം പ്രസംഗിക്കുന്ന കാര്യത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടാകേണ്ടത്? വചനം കേൾക്കേണ്ടാത്ത ആളുകൾ, അല്ലെങ്കിൽ വചനം കേൾക്കേണ്ടെന്ന് ചിന്തിക്കുന്നവരുടെ സംഖ്യ വർദ്ധിക്കുന്ന ഒരു കാലം വരും. അത് ഇന്ന് വന്നിരിക്കുക. ഇത് പൗലോസ് 2000 വർഷം മുമ്പ് എഴുതിയെങ്കിൽ ഇന്നിപ്പോൾ ഇത് പ്രസക്തമായിരിക്കുന്ന കാലയളവാണിത്. അവർ പത്യോപദേശം കേൾക്കാൻ ഇഷ്ടപ്പെടാതെ, അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പത്യോപദേശം പൊറുക്കാതെ. ഇന്ന് സൗണ്ട് ടീച്ചിങ് ആർക്കാ കേൾക്കണ്ടേ? ട്രൂ വേർഡ് ഓഫ് ഗോഡ് ആർക്ക് വേണം? അതിനുവേണ്ടിയുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ സംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? പത്യോപദേശം കേൾക്കാനായിട്ട്, അതായത് ഫോർ ദ ടൈം വിൽ കം വെൻ ദേ വിൽ നോട്ട് എൻഡ്യൂർ സൗണ്ട് ഡോക്ട്രിൻ. ഫോൾസ് ഡോക്ട്രിൻ കേൾക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതൊത്തിരി ആൾക്കാർക്ക് ഇഷ്ടമാണ്, അതിന്റെ പുറകെ പോകാൻ എല്ലാം ആൾക്കാരുണ്ട്. പക്ഷെ സൗണ്ട് ഡോക്ട്രിൻ കേൾക്കാൻ ആർക്ക് ഇഷ്ടമുണ്ട്? ആർക്ക് അറിയാം ആര് പ്രസംഗിക്കുന്നു? അതിന്റെ ഒരു ഇല്ലായ്മ നമ്മുടെ ഇടയിൽ ഇന്ന് വളരെ പ്രസക്തമാകുന്നു. ഇന്നിപ്പോൾ ആവശ്യമുള്ളത് കണ്ണരസമാകുമാറ്, അതായത് ചെവിക്ക് ഇമ്പം വേണം, വേറെ ഒന്നും വേണ്ട, കേൾക്കാൻ രസമുള്ള പ്രസംഗങ്ങൾ, കേൾക്കാൻ സുഖമുള്ള പ്രസംഗങ്ങൾ, അല്ലാതെ സൗണ്ട് ഡോക്ട്രിൻ അല്ല. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന യഥാർത്ഥ വചനം ആണെങ്കിൽ എന്ത് ചെയ്യും? അത് കൺവിൻസ് ചെയ്യും. യഥാർത്ഥ വചനമാണെങ്കിൽ അവരുടെ കുറവുകളെ അത് ബോധ്യപ്പെടുത്തും. യഥാർത്ഥ വചനമാണെങ്കിൽ അനുതാപമില്ലാത്തവരെ അത് തർജ്ജനം ചെയ്യും. യഥാർത്ഥ വചനമാണെങ്കിൽ മുറിവുള്ളവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ഇന്ന് ആർക്കും ശാസന വേണ്ട, ഇന്ന് ആർക്കും തർജ്ജനം വേണ്ട. ഇന്ന് ഒരു സ്ഥലത്തും ഇരിക്കുന്ന ആളുകൾ, നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്ന ആളുകൾ നിങ്ങൾ നന്നായിട്ടല്ല ജീവിക്കുന്നത് പറയുന്നത് കേൾക്കാൻ ആർക്കാ ഇഷ്ടം? കൺവിൻസ് ചെയ്യാൻ അത് അങ്ങനൊരു കാര്യമേ ഉദിക്കുന്നില്ല. ആർക്കും അത് കേൾക്കണ്ട. എല്ലാവർക്കും അവരെ ആശ്വസിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന വചനം, കർണരസമാവും, ചെവിക്ക് ഇമ്പമുള്ളതായ വചനം, കേൾക്കാൻ സുഖമുള്ളത്. പക്ഷെ ഒരു യഥാർത്ഥ സുവിശേഷ പ്രസംഗകൻ, യഥാർത്ഥത്തിൽ വചനം പ്രസംഗിക്കുന്നവൻ എങ്ങനെയല്ല? അവനൊരു എന്റർടൈനർ അല്ല. ഇന്ന് വാസ്തവത്തിൽ കൺവെൻഷനുകളിലും ക്രൂസൈഡുകളിലും ടെലിവിഷനുകളിലും എന്റർടൈൻമെന്റാ. എന്റർടൈനേഴ്സിന്റെ പ്രത്യേകത എന്താ? എന്റർടൈനേഴ്സ് മുന്നിലിരിക്കുന്നവർക്ക് ഇഷ്ടമുള്ള നിലയിലാണ് പ്രോഗ്രാം പെർഫോം ചെയ്യുന്നത്. ഇന്നിപ്പോ പ്രസംഗവും അങ്ങനായി. മുന്നിലിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രോഗ്രാം പ്ലാൻ ചെയ്ത് പെർഫോം ചെയ്യുന്ന എന്റർടൈനേഴ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ് ആളുകൾ.
പ്രിയമുള്ളവരെ, അവിടെയാണ് വചനം പ്രസംഗിക്കുക എന്ന വാക്കിന്റെ പ്രസക്തി. ചെവിക്ക് കേൾക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങൾ, ഇമ്പകരമായ കാര്യങ്ങൾ. വഴക്ക് പറയാൻ പാടില്ല. ഇന്ന് ആർക്കാ വഴക്ക് പറയുന്ന ഇഷ്ടം? പിള്ളേരെ വഴക്ക് പറയാൻ സമ്മതിക്കുമോ? അതായത് സഭായോഗത്തിലെ മാത്രം കാര്യമല്ല, ഒരു മനുഷ്യനും ഇന്ന് എന്തില്ല, ശാസന കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല. ഈ തലമുറയുടെ ഒരു വലിയ പ്രശ്നമാണ്, ശാസന കേൾക്കാൻ ഇഷ്ടമില്ല. ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വഴക്ക് പറയുന്ന ഇഷ്ടമുണ്ടോ? ഏതെങ്കിലും കുഞ്ഞു പറയുമോ, എനിക്കറിയാം അമ്മ എന്നോട് പറഞ്ഞത് എന്റെ നന്മയ്ക്കാണെന്ന് അറിയാമെന്ന് നിങ്ങളുടെ പിള്ളേർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ മമ്മിക്കല്ല, ഇതല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിള്ളേർ ആലോചിക്കുന്നില്ല, അത് എന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നില്ല. ശാസന കേൾക്കണ്ട. അത് സഭയിൽ കടന്നുകൂടിയാൽ എന്തൊരു അപകടമാണെന്നറിയാമോ? ഇന്ന് സഭയിലെ ഏറ്റവും വലിയ പ്രശ്നം ശാസന കേൾക്കണ്ടാത്തവരായ ജനങ്ങൾ. പ്രിയമുള്ളവരെ, പ്രസംഗങ്ങൾ ശാസനകളാകണം. എന്റെ ജീവിതത്തിലെ കുറവുകളെ എനിക്ക് ബോധ്യപ്പെടുത്തുന്നതായിരിക്കണം. എനിക്ക് ചേഞ്ച് ഉണ്ടാക്കുന്നതായിരിക്കണം. എനിക്കൊരു എന്റർടൈനർ പ്രീച്ചറെ വേണ്ട. എനിക്ക് ഇഷ്ടമുള്ളത് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകനെ അല്ല എനിക്ക് ആവശ്യമുള്ളത്. എന്നെ അലോസരപ്പെടുത്തുന്ന, എന്റെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന പ്രസംഗങ്ങൾ എനിക്ക് വേണ്ടത്. പ്രസംഗങ്ങൾ ആളുകളെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിരിക്കണം. അവരുടെ കുറവുകളെ മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കണം. ചെവിക്കിഷ്ടമുള്ള രീതിയിൽ പ്രസംഗിക്കുന്ന എന്റർടൈനേഴ്സിനെ നമ്മുടെ സഭകളിൽ നമ്മൾ മാറ്റണം. അങ്ങനെയുള്ള പ്രസംഗങ്ങളുള്ള അങ്ങനത്തെ ടെലിവിഷൻ ചാനലുകൾ നമ്മൾ ഓഫ് ചെയ്തിടണം. എന്റർടൈനേഴ്സ് എല്ലാം അത് തന്നെ. അതിനകത്ത് ദൈവികതയില്ല. ശാസന എന്ന് പറയുന്നതിനെ ഒഴിവാക്കിക്കൊണ്ടൊരു ഒരു ക്രിസ്തീയതയില്ല. പക്ഷെ ഇന്നത്തെ പ്രശ്നം അതാണ്. സഭയിൽ ശാസന ഇഷ്ടപ്പെടുന്നവരില്ല, ജീവിതത്തിലും അതില്ല. ശാസന ഇഷ്ടപ്പെടുന്നവരില്ല. എന്റെ കുറവുകളെ എനിക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു സുഹൃത്തിന് എനിക്ക് ഇഷ്ടമല്ല. എന്റെ പാസ്റ്റർ എന്റെ അടുത്ത് വന്ന് മോനെ അത് ചെയ്ത് ശരിയല്ലടാ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ശാസന ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം മാത്രമേ ആത്മീകമായിട്ട് വളരത്തുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുറവുകളെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന പ്രസംഗങ്ങളാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. അവിടെ താഴെ പറയുന്നത്, അവൾ പത്യോപദേശം കൊടുക്കാതെ കണ്ണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും എന്തും മോഹിച്ചോളാൻ പറയുന്നതായ പ്രോഫറ്റ്സ്. അതിനുവേണ്ടി, അതായത് ലസ്റ്റ്, നമ്മുടെ ലസ്റ്റിനെ മുഴുവൻ കെട്ടഴിച്ചു വിടുന്ന, ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത്. ഇന്നത്തെ പ്രസംഗങ്ങൾ അതല്ലേ. ഒരാൾ പോലും നീ ചെയ്യുന്നത്, നീ ഇങ്ങനെ മുന്നോട്ട് പോയാൽ നരകത്തിൽ പോകുമെന്ന് പറയുന്ന ആളുകളെ ആർക്കും ഇഷ്ടമല്ല. എന്ത് കാണിച്ചാലും കുഴപ്പമില്ലെന്ന് പറയുന്ന ഒരു സമൂഹം. ഇവിടുത്തെ പ്രത്യേകത, ഇന്നിപ്പോ എവിടെ നോക്കിയാലും മീറ്റിംഗാണ്. എവിടെ നോക്കിയാലും മീറ്റിംഗ്, ഏത് ചാനൽ തുറന്നാലും പ്രസംഗം, ഇഷ്ടം പോലെ ഉപദേഷ്ടാക്കന്മാരെ എവിടെ നിന്നൊക്കെ കയറി വരുന്നറിയത്തില്ല. കയറി വന്ന് പറയുന്നതെല്ലാം എന്താ? ലസ്റ്റ്, മനുഷ്യന്റെ മനസ്സിലെ മോഹങ്ങളെ ഉണർത്തുന്ന പ്രസംഗങ്ങളാണ്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതായ പ്രസംഗങ്ങൾ, അത് കുഴപ്പമില്ലെന്ന് പറയുന്നതായ പ്രസംഗങ്ങൾ. വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനം ഒരു പ്രസംഗകനും ഇന്ന് കൊടുക്കുന്നില്ല. പ്രൈവറ്റ് ലൈഫിനെ ടച്ച് ചെയ്യുന്നില്ല. ഇവരെല്ലാം വന്ന് പറയുന്നത് ഇഷ്ടം പോലെ മോഹിച്ചോളാനാ. അത് നിനക്ക് തരാൻ പോകുന്നു, ഇത് നിനക്ക് തരാൻ പോകുന്നു. നമ്മളെ ഉള്ളിൽ മോഹത്തിന്റെ വിത്ത് വിതയ്ക്കുകയാണ് ഇന്ന് പ്രവാചകന്മാർ ചെയ്യുന്നത്. നിനക്കത് തരാൻ പോകുന്നു, ഇത് തരാൻ പോകുന്നു. വേദപുസ്തകം അടിസ്ഥാനപരമായി പറയുന്നത് മോഹിക്കരുതെന്ന. പ്രവാചകന്മാരെ വന്ന് പറയുന്നത് ഇഷ്ടം പോലെ മോഹിച്ചോളാനാ. എന്തൊരു കഷ്ടമാണ്. സ്വന്തം മോഹങ്ങൾക്ക് ഒത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയാണ്. പെരുക്കുന്ന അവിടെ ഇഷ്ടം പോലെ ഉപദേഷ്ടാക്കന്മാരിന്നുള്ളൂ. എന്നാൽ അവർക്ക് സത്യത്തിന് ചെവി കൊടുക്കാൻ മനസ്സില്ല. അതിന് പകരം എന്താണ്? സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. കെട്ടുകഥ കേൾക്കാൻ എന്തോരം കെട്ടുകഥകളാ. ഈ മിക്ക TV ചാനലുകളിലും മറ്റും ഈ പറയുന്ന സാക്ഷ്യങ്ങളിൽ മിക്കതും വെറും കെട്ടുകഥയാണ്. ഉള്ള കാര്യമൊന്നുമല്ല. ചുമ്മാ വന്ന് പറയുന്ന കള്ളക്കഥകള്. അതൊക്കെ കേൾക്കാൻ എന്നോ രസമാണെന്നറിയാമോ? രസകരമായിട്ട് കാര്യങ്ങളെ പ്രസന്റ് ചെയ്യാനും അങ്ങനെ ഒരു കാലം വരും. നീയോ സകലത്തിനും നിർമ്മതനായിരിക്കുക. ബി വാച്ച്ഫുൾ. നിർമ്മതനായിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാ, നീ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കരുത്. നിനക്ക് യു നീഡ് ടു ബി വാച്ച്ഫുൾ. ഇതൊക്കെ കാണുമ്പോൾ ഇതെല്ലാം വേദപുസ്തകത്തിൽ പറഞ്ഞതിന്റെ നിവൃത്തിയാണ്. ബി വാച്ച്ഫുൾ. ഈ ടെലിവിഷനിലും കൺവെൻഷനുകളിലും ക്രൂസൈഡുകളിലും ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു കാലം വരുമെന്ന് പൗലോസ് പറഞ്ഞതിന്റെ ആ നിവൃത്തിയായി ഇവിടെ. നിവൃത്തി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നീ വാച്ച്ഫുൾ ആയിരിക്കണം. അതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവനായിരിക്കണം. അതിനകത്ത് പെട്ടുപോകരുത്. ബി വാച്ച്ഫുൾ. അവരുടെ രീതിയിൽ നീ മുന്നോട്ട് പോകരുത്. ബി വാച്ച്ഫുൾ. എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. എൻഡ്യൂർ, അവിടെ എഴുതിയിരിക്കുന്നത് എൻഡ്യൂർ അഫ്ലിക്ഷൻസ്. കഷ്ടം സഹിക്കാൻ. ഇന്നൊരൊറ്റ മനുഷ്യൻ പറയുന്നില്ല കഷ്ടം സഹിക്കാൻ.
എല്ലാരും പറയുന്നത് കഷ്ടം മാറ്റിവെക്കാനാ പറയുന്നത്. അങ്ങനെ ഇല്ല, കഷ്ടമില്ലെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ എൻഡ് യുവർ അഫ്ലിക്ഷൻസ്, ബി വാച്ച്ഫുൾ. ഈ കെട്ടുകഥ കേൾക്കാനായിട്ട് ജനങ്ങൾ പോകുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ കൂടി നീയും കൂടെ പോകരുത്. എന്റെ പ്രസംഗം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത്. ബി വാച്ച്ഫുൾ. വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. കാരണം ഇതല്ല വചനം. യഥാർത്ഥ ദൈവ വചനം എന്താണെന്നും അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാര്യം അത് നമ്മളുടെ കുറവുകളെ ബോധ്യപ്പെടുത്തുന്നതാണ്, അത് നമ്മളെ ശാസിക്കുന്നതാണ്, തർജ്ജനം ചെയ്യുന്നതാണ്, നമ്മളെ എക്സോർട്ട് ചെയ്യുന്നതാണ്. ഇതൊന്നും ഇല്ലാത്ത വചനം എന്തോന്ന് വചനം? അത് വചനമല്ല, ഇത് കെട്ടുകഥയാണ്, കിഴവിക്കഥകളാണ്. നീയുള്ള കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. പ്രിയമുള്ളവരെ, ഇത് തിമോത്തിയോസിനോട് മാത്രമുള്ള ഉപദേശമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട, നമ്മളോടെല്ലാം ഉള്ള ഉപദേശമാണിത്. കഷ്ടം സഹിക്കുക, അല്ലാതെ നമ്മൾ ഏറ്റവും സുഖിച്ച് ജീവിക്കാനൊന്നും നോക്കണ്ട. ബി കെയർഫുൾ. ദൈവികമായി ജീവിച്ചിട്ടുള്ള സുഖമൊക്കെ മതി, അല്ലാത്ത സുഖമൊന്നും വേണ്ട. നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി തരുന്ന പ്രസംഗങ്ങൾ നമ്മൾ കേൾക്ക്. ഒരു വ്യത്യാസം നമുക്കുണ്ടാകട്ടെ. സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. തിമോത്തിയോസിനോട് പറയുന്നത്, അവൻ അനേക സഭകളുടെ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ബിഷപ്പാ, പക്ഷെ ബിഷപ്പാന്ന് പറഞ്ഞാലും സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്താലേ പറ്റുള്ളൂ. എത്ര വലിയ പ്രസംഗകനാണെന്ന് പറഞ്ഞാലും അയാൾ എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കുന്നവനായിരിക്കണം. നിന്റെ ശുശ്രൂഷ നിറവളിയായി നിർവഹിക്കുക. നിറവളിയായി. മേക്ക് ഫുൾ പ്രൂഫ് ഓഫ് യുവർ മിനിസ്ട്രി. ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. അതിപ്പം തിമോത്തിയോസിനോട് മാത്രം പറയുന്നത്, ദൈവം നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നതായ നിങ്ങളുടെ ദൗത്യം. നമ്മൾ പറയുമ്പോൾ എല്ലാവരുടെയും കാര്യം, ഈ കേൾക്കുന്ന എല്ലാവരുടെയും, നിങ്ങൾക്കെല്ലാം ദൈവം ഒരു ദൗത്യം ഫലമേൽപ്പിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? നിറവളിയായി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഓരോ ദിവസവും നിറവളിയായി എന്ന് പറയുമ്പോൾ അതാണ് നിറവളിയായി നിവർത്തിക്കുക. ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യുക. അതാണ് നിറവളിയായി ചെയ്യാന്ന് പറയുന്നത്. ഇന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നു, അത് ഞാൻ ഇന്ന് ചെയ്തിരിക്കണം. അപ്പോഴാണ് എനിക്ക് ഓരോ ദിവസവും എന്റെ ടാർഗറ്റ് ഞാൻ തീർക്കണം. ഇന്ന് ഞാൻ കർത്താവിനെ സാക്ഷിച്ചോ? ഇന്ന് ഞാൻ കർത്താവിന്റെ സാക്ഷിയായിട്ട് ജീവിച്ചോ? ഓരോ ദിവസവും എന്നോട് തന്നെ ചോദിക്കുക, ഇന്ന് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ഉദ്ദേശിച്ചോ? അങ്ങനെയാണോ ഞാൻ ജീവിച്ചത്? ശുശ്രൂഷകന്റെ പ്രവൃത്തി ചെയ്യുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. നിന്റെ ശുശ്രൂഷ നിറവളിയായി നിർവഹിക്കുക. ഓരോ ദിവസവും നമ്മൾ ടാർഗറ്റ് ഫുൾ ചെയ്യണം. പൗലോസ് എല്ലാ ദിവസവും അവനൊരു റിട്രോസ്പെക്ഷൻ നടത്തിയിരുന്നു, പുറകോട്ട് നോക്കിയിരുന്നു. എല്ലാ ദിവസവും ഞാൻ ഇന്ന് എങ്ങനെയാ ജീവിച്ചേ? അങ്ങനെ എല്ലാ ദിവസവും അവന്റെ റിപ്പോർട്ട് അവൻ തന്നെ എഴുതിയത് കൊണ്ടാ ഏറ്റവും ഒടുവിൽ അവൻ പറയാൻ പറ്റുന്നത് 7-ാമത്തെ വാക്യത്തിൽ, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇത് ഒരു ദിവസം കൊണ്ടല്ല, എല്ലാ ദിവസവും അവൻ നോക്കുമായിരുന്നു ഇന്നത്തെ ഓട്ടം ഓടിയോ എന്ന്. നമ്മൾ നോക്കേണ്ടത്, എന്റെ ഇന്നത്തെ ഓട്ടം ഞാൻ ഓടിയോ? ഇന്നത്തെ പോരാട്ടം ഞാൻ പൊരുതോ? ഇന്ന് എന്റെ വിശ്വാസം ഞാൻ കാത്തോ? അങ്ങനെ ഓരോ ദിവസവും ശ്രദ്ധിക്കുകയാണെങ്കിൽ ജീവിതാന്ത്യത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയാൻ പറ്റും. അപ്പൊ ഞാൻ മരിക്കാൻ പോകുകയാണെങ്കിലും എനിക്ക് മരണത്തെ കണ്ടുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും 6-ാമത്തെ വാക്യത്തിൽ, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. മരണത്തെ നോക്കിക്കൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ നല്ലപോലെ പൊരുതു. കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് അവന് ഒരു ദിവസം ഉണ്ടായതല്ല, എന്നും ആ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകണം. എല്ലാ ദിവസവും മരണത്തിനപ്പുറത്തുള്ള കാര്യത്തെക്കുറിച്ചുള്ള അഷ്വറൻസ് ഉള്ളപ്പോഴാണ് മരണത്തിന് ഇപ്പുറത്ത് എനിക്ക് ബോധ്യത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. അതിനോ ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, എന്റെ ജീവിതം നോക്കിയിട്ട് ഞാൻ നല്ലപോലെ പൊരുതു. ഇന്ന് ഞാൻ ജീവിക്കേണ്ടത് പോലെ ഞാൻ ജീവിച്ചു. വൈകുന്നേരങ്ങളിൽ നമ്മളൊരു കണക്കെടുപ്പ് നടത്തണം. ഇന്ന് ഞാൻ ഓടേണ്ട ഓട്ടം ഓടിയോ? ഇന്ന് ഞാൻ പൊരുതേണ്ട പൊരുതുവോ? ഇന്ന് ഞാൻ എന്റെ വിശ്വാസം കാത്തുവോ? എന്നിട്ട് ഇന്ന് വൈകുന്നേരം പറയണം, ഇന്നത്തെ ഓട്ടം ഓടി, ഇന്നത്തെ പൊരുതു, ഇന്ന് ഞാൻ വിശ്വാസം കാത്തു എന്ന് പറയാൻ എല്ലാ ദിവസവും നമുക്ക് കഴിയണം. അങ്ങനെയാണെങ്കിൽ നാളെ വാള് വന്ന മുന്നേ നിൽക്കുമ്പോഴും നമുക്ക് നോക്കി, ഞാൻ നല്ല പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പെട്ടെന്ന് മുകളിലോട്ട് നോക്കുക, ഇനി നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കിയിരിക്കുന്നു. പുറകോട്ട് നോക്കി സംതൃപ്തി ഉണ്ടായി വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പ്രത്യാശയോടുകൂടെ. ഈ ജീവിതം ചാകാൻ നേരം മാത്രം ഉണ്ടാകേണ്ട ജീവിതമല്ല, അങ്ങനെ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. ഇന്ന് മരിക്കുമോ നാളെ മരിക്കുമോ നമുക്കറിയില്ല. ഇന്ന് മരിച്ചാലും നാളെ മരിച്ചാലും 40 ദിവസം കഴിഞ്ഞ് മരിച്ചാലും 40 കൊല്ലം കഴിഞ്ഞ് മരിച്ചാലും എല്ലാ ദിവസവും എനിക്ക് പറയാൻ കഴിയേണ്ട കാര്യമാണ്, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. സ്വർഗസപിതാവേ, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, പൗലോസിന്റെ അവസാനത്തെ വാക്കുകൾ ഞങ്ങൾ പഠിക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു. അവന്റെ കോൺഫിഡൻസ്
അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. പക്ഷെ അതിന്റെ അടിസ്ഥാനം നിന്റെ പ്രസൻസ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. കർത്താവേ, പൗലോസ് നിന്നെ കണ്ടോണ്ടാ ഇത് എഴുതുന്നത്. ഒരു വശത്ത് കർത്താവും ക്രിസ്തുവും, ഒരു വശത്ത് ദൈവവും നിൽക്കുന്നത് കണ്ടുകൊണ്ട്, ആ പ്രസൻസ് അനുഭവിച്ചുകൊണ്ട് അവൻ ജീവിച്ചത് കൊണ്ട് അവന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾക്കും അങ്ങനെ ഒരു കോൺഫിഡൻസാണ് വേണ്ടത്. നീ ഞങ്ങളെ കാണുന്നുണ്ടെന്ന് മാത്രമല്ല, ഞങ്ങൾ നിന്നെയും കാണുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. ഈ എക്സോർട്ടേഷൻസ് ഞങ്ങൾക്കും പ്രാവർത്തികമാക്കുവാൻ സഹായിക്കണമേ. വചനം പ്രസംഗിക്കുക എന്നുള്ള നിന്റെ വാക്കുകളെ ഞങ്ങൾ ഓർക്കുന്നു. യെസ് ലോർഡ്, അതിന്റെ കാരണവും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി ആഗ്രഹിക്കാത്ത ആളുകളുടെ മധ്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പത്യോപദേശം പൊറുക്കാത്ത ഒരു തലമുറയുടെ മധ്യത്തിൽ കണ്ണരസമാകുമാറ് കാര്യങ്ങളെ ചെവിക്ക് ഇമ്പകരമായി മാത്രം നോക്കുന്ന ആളുകൾ, സ്വന്തം മോഹങ്ങൾക്കനുസരിച്ച് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്ന ജനങ്ങൾ, അവരുടെ മധ്യത്തിൽ ഞങ്ങളെ കീറിമുറിക്കുന്ന, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുറവുകളെ കാണിച്ചു തരുന്ന ദൈവവചനത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തർജ്ജനം ചെയ്യുന്ന ദൈവത്തിന്റെ വചനത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പ്രബോധിപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന വചനത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പകലിൽ ഈ വചനം കേട്ട ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ തരുന്നു. കർത്താവേ, നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓരോ ദിവസവും ഞങ്ങളുടെ ഓട്ടം ഓടുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. ജീവിതാന്ത്യത്തിൽ എപ്പോഴെങ്കിലും നിന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഇന്നത്തെ ഓട്ടം ഇന്നോടുവാൻ ഉള്ള ശക്തി, കൃപ ഞങ്ങൾക്ക് തരണമേ. ഇന്നത്തെ പോരാട്ടം ഇന്ന് പോരാടുവാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. ഇന്ന് ഞങ്ങളുടെ വിശ്വാസം കാക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങനെ ഓരോ ദിവസവും ഞങ്ങളുടെ ഓട്ടം ഓടുവാനും, ഞങ്ങളുടെ പോര് പൊരുതുവാനും, ഞങ്ങളുടെ വിശ്വാസം കാക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. ആശയിച്ഛയൊക്കവേ അടക്കിയോടുകിൽ ആശ വച്ച പന്തയപ്പൊരുൾ ലഭിച്ചിടും. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും, ഭീതി വേണ്ട ദൂതരുണ്ടു കാത്തുകൊള്ളുവാൻ. കാടുമേടു കണ്ടു സംശയിച്ചു നിൽക്കാതെ